റീസെൻ്റായിട്ട് തെബസ് ഒരു ഇൻ്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ തെബസ് പറയുകയുണ്ടായി, അതായത് ബാസ ഈ 1:1 റൂളിലേക്ക് എത്താൻ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ടാസ്ക് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 1:1 റൂളിലേക്ക് എത്താൻ സാധിക്കും. അതായത് ഒരു എമൗണ്ട് ലഭിക്കാനുണ്ട് 40 മില്യൺ യൂറോസിൻ്റെ. പിന്നെ നൈക്കായിട്ട് ഇപ്പോൾ കോൺട്രാക്ട് റിന്യൂവൽ നടന്നല്ലോ, അതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ബാസക്ക് 1:1 റൂളിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ക്ലിയർ അപ്ഡേറ്റ് ലഭിക്കണമെങ്കിൽ ഈ വരുന്ന ജൂൺ 30-ാം തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വരുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ പല താരങ്ങളും ലിങ്ക്ഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ബാസ ഇന്ന പ്ലെയറിൻ്റെ പിന്നാലെയുണ്ട്, ഈ പ്ലെയറിൻ്റെ പിന്നാലെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബയർ ലെവർകൂസൻ്റെ പ്ലെയർ ആയിട്ടുള്ള ഫ്രിംഗ്പോങ് ആയിട്ട് ബാസ ലിങ്ക്ഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ള റൂമേഴ്സാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ബാസ ഇപ്പം തന്നെ ആ ഒരു പ്ലെയറായിട്ട് കോൺടാക്റ്റ് നടത്തിയെന്ന രീതിയിലാണ് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു താരമായിട്ട് നമ്മൾ കഴിഞ്ഞ സീസണിൽ ലിങ്ക്ഡ് ആയിരുന്നു. പക്ഷേ ചാവി ഈ ഒരു പ്ലെയറിൽ വലിയ രീതിയിൽ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. കാരണം ഫ്രിംഗ്പോങ് എന്ന് പറയുന്ന പ്ലെയർ ഒരു ഡിഫെൻസീവ് വൈസ് അത്ര കോൺട്രിബ്യൂഷൻ കൊടുക്കാത്തതുകൊണ്ട് ആ ഒരു ഡീലിന് പിന്നാലെ ചാവി വലിയ രീതിയിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. പക്ഷേ ഫ്ലിക്ക് ആണെങ്കിൽ ഈ ഒരു ഡീലിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിംഗ്പോങ് എന്ന് പറയുന്ന പ്ലെയർ ബാസയിലേക്ക് വരണമെങ്കിൽ നല്ല രീതിയിലുള്ള ഫണ്ട് ബാസ ഇറക്കണം. കാരണം ബയർ ലെവർകൂസന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു ത്രെട്ട് ക്രിയേറ്റ് ചെയ്ത റൈറ്റ് വിങ് ബാക്കാണ് ഈ ഒരു ഫ്രിംഗ്പോങ്. അപ്പോൾ ആ ഒരു പ്ലെയറിന് പിന്നാലെ ബാസ പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇറക്കണം. അപ്പോൾ നിലവിലുള്ള സിനാറിയോയിൽ ബാസക്ക് വലിയ രീതിയിലുള്ള ഫണ്ടോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ ഈ ഒരു ഡീലിന് പിന്നാലെ ബാസ എങ്ങനെ പോകും എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു പ്ലെയർ ഇപ്പോൾ ബാസ ഡീലിന് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ ബയർ ലെവർകൂസൺ ഈ ഒരു താരത്തെ സെൽ ചെയ്യാൻ റെഡി ആവേണ്ടത്. എന്തായാലും ചെറിയൊരു തുകയ്ക്ക് ഈ ഒരു ഡീൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല. അതായത് 50 മില്യൺ യൂറോസിനൊന്നും ഈ ഒരു ഡീൽ നടക്കില്ല. മിനിമം ഒരു 70 മില്യൺ യൂറോസ് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഒരു എമൗണ്ട് നൽകിയാൽ മാത്രമേ ആ ഒരു ഡീൽ അവർ നടത്താൻ റെഡി ആകത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു പ്ലെയറിൻ്റെ സെയിൽ നടത്താൻ അവർ താല്പര്യം കാണിക്കില്ല. അങ്ങനെയുണ്ടാവും. അപ്പോൾ ഇതിൽ ബാസയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്നത് സ്വാപ്പ് ഡീലാണ്. അപ്പോൾ ആ സ്വാപ്പ് ഡീലിന് ഇപ്പോൾ ബാസയുടെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അൻസു ഫാറ്റി ആയിരിക്കും. കാരണം ഇപ്പോൾ വരുന്നൊരു റൂമർ എന്ന് പറയുന്നത്, സ്പോർട്സാണ് ആ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടത്, അതായത് ഈ ഒരു ബയർ ലെവർകൂസൺ അൻസു ഫാറ്റിൻ്റെ പിന്നാലെ ഉണ്ട്, ഈ ഒരു ഡീൽ നടത്താൻ അവർ റെഡിയാണ്. അപ്പോൾ ലോൺ ഡീൽ വഴി അവർ ആ ഒരു ഡീൽ പുള്ളി ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇനി ആ ഒരു ലോൺ ഡീൽ നടന്നിട്ടില്ലെങ്കിൽ 10 to 15 മില്യൺ യൂറോസ് നൽകിയിട്ട് ഈ ഒരു താരത്തെ പെർമനൻ്റ് ആയിട്ട് സ്വന്തമാക്കാനും റെഡിയാണ്. അപ്പോൾ ചാബി അലോൺസോയുടെ അണ്ടറിൽ ഇപ്പോൾ അൻസു ഫാറ്റി ക്ലിക്ക് ആവുകയാണെങ്കിൽ അത് വലിയൊരു ബാർഗെയിനായിട്ട് മാറും ചെയ്യും. ഇപ്പോൾ ഈ ഒരു ഡീലിനകത്ത് ഇപ്പോൾ ബാസ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 30 മില്യൺ യൂറോസും പ്ലസ് അൻസു ഫാറ്റി എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഡീൽ പുള്ളാവാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ പ്ലെയർ പുഷ് ഉണ്ടാകണം. ഫ്ലിക്ക് എന്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെഡിയാവും. അപ്പോൾ ആ ഒരു പ്ലെയർ പുഷ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡീല് പുൾ ചെയ്യാൻ പറ്റും. അതായത് പ്ലെയർ പ്ലസ് ക്യാഷ് എന്ന രീതിയിൽ. അല്ലാതെ ക്യാഷ് എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ ബാസക്ക് ഈ ഒരു ഡീലിന് പിന്നാലെ പോകാനേ സാധിക്കത്തില്ല. അപ്പോൾ ബയർ ലെവർകൂസൺ അൻസു ഫാറ്റിയിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ ഈ ഒരു ഡീൽ നടക്കും. എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും നിലവിലുള്ള സിനാറി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഡീല് ബാസക്ക് പുൾ ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി അത് ഈസി ആവണമെങ്കിൽ അൻസു ഫാറ്റി ബയർ ലെവർകൂസണിലേക്ക് പോകാൻ റെഡി ആവണം. ഫ്രിംഗ്പോങ് ബാസ ഡീലിനെ പുഷും ചെയ്യണം. പ്ലസ് ബയർ ലെവർകൂസണ് ബാസയുടെ ആ ഒരു 30 അല്ലെങ്കിൽ 40 മില്യൺ യൂറോസ് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. എന്നാൽ മാത്രമേ ആ ഒരു ഡീൽ നടക്കത്തുള്ളൂ. എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ വരുന്നൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഫ്ലിക്ക് ഇപ്പോൾ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. സ്ട്രുഗാൻ്റെ പ്ലെയർ ആയിട്ടുള്ള ഏഞ്ചലോ സ്ട്രില്ലർ എന്ന് പറയുന്ന പ്ലെയറെയാണ്. അപ്പോൾ ഈ ഒരു പ്ലെയറിന് ഇപ്പോൾ 23 വയസ്സുണ്ട്. ബയൻ്റെ അക്കാഡമി പ്ലെയറും കൂടിയായിരുന്നു. അപ്പോൾ റീസെൻ്റായിട്ടാണ് ഈ ഒരു പ്ലെയർ സ്ട്രുഗാർട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലെയറെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബാസ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ബാസ മിനിമം ഒരു 30 മില്യൺ യൂറോസ് സ്പെൻഡ് ചെയ്യാൻ റെഡി ആവണം. അത് ബാസക്ക് അഫോർഡബിൾ ആണോ എന്നത് ഡൗട്ടായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ശരി, ഈ ഒരു പ്ലെയർ ഡിഫെൻസീവ് വൈസ് അത്യാവശ്യം നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഒരു പ്ലെയറാണ്. അതേപോലെ തന്നെ അറ്റാക്കിലും നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷനും കാര്യങ്ങളും കൊടുക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഈ ഒരു പ്ലെയറെ കൊണ്ടുവരുന്നത് നല്ലൊരു തീരുമാനമായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ ഈ ഒരു ഡീല് പുൾ ചെയ്യാനുള്ള ഫണ്ട് ബാസക്ക് ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ വരുന്ന സമ്മറിൽ നല്ല രീതിയിലുള്ള സെയിലും കാര്യങ്ങളും നടന്നാൽ മാത്രമേ ഈ ഒരു ഡീലിന് പിന്നാലെ ബാസക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഈ ഒരു പ്ലെയറിൻ്റെ പേരിൽ വേറെ ക്ലബ്സ് ഇൻട്രസ്റ്റ് കാണിക്കുകയാണെങ്കിൽ അത് ബാസക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം ബിഡിങ് വാർ വരും. പിന്നെ ബാസ ആ ഒരു റേസിൽ നിന്നും പുറത്താകേണ്ടി വരും. പിന്നെ അറിയാമല്ലോ, ഡക്കോ ആണ് നമ്മുടെ ആൾ. ഡക്കോ ആണെങ്കിൽ ഒരു ഡീല്
ലോക്ക് ചെയ്യാൻ പോലും പ്രോപ്പറായിട്ട് അറിയില്ല. ലാസ്റ്റ് സ്റ്റേജിൽ ബോർഡ് ലൈൻ ഒരു പരിപാടി അങ്ങേർക്കുണ്ട്. അപ്പോൾ എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടു തന്നെ അറിയാം. പിന്നെ ഇപ്പോൾ വിക്ടർ റോക്കയുടെ കാര്യത്തെ പറ്റിയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് വിക്ടർ റോക്കെ ലോൺ ഡീൽ വഴി ചിലപ്പം പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ റീസെൻ്റായിട്ട് വന്ന റൂമേഴ്സൊക്കെ പറഞ്ഞത് ലോൺ ഡീൽ പ്ലസ് ക്യാഷ് എന്ന രീതിയിലായിരുന്നു. പക്ഷേ ഈ ഒരു വിക്ടർ റോക്കയുടെ ഏജൻറ്റ് പറഞ്ഞത് ലോൺ ഡീൽ വഴി വേണമെങ്കിൽ പോകാം, പക്ഷേ ക്യാഷ് എന്ന രീതിയിൽ ആ ഒരു ഡീലിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് യുവൻറ്റസ്, പോർട്ടോ, അതേപോലെ തന്നെ അത്ലറ്റിക് മാഡ്രിഡ് രംഗത്തുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോൺ ഡീൽ തീരുമാനിക്കുന്നത് ഫ്ലിക്കാണ്. അതായത് ഈ അടുത്ത് തന്നെ ഒരു ട്രെയിനിങ് സെഷൻ നടക്കും. ആ ഒരു ട്രെയിനിങ് സെഷനിൽ വിക്ടർ റോക്കെ ഫ്ലിക്കിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഫ്ലിക്കിൻ്റെ പ്രൊജക്റ്റിൽ വിക്ടർ റോക്കെ ഉണ്ടാവും. ഇനി കൺവിൻസ് ചെയ്യിപ്പിക്കുന്നില്ലെങ്കിൽ പ്ലെയർ ലോൺ ഡീൽ വഴി വേറെ ക്ലബിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ട്രെയിനിങ് സെഷനിൽ പ്ലെയറിൻ്റെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കാര്യങ്ങളുണ്ടാവുക. അപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ പോയിട്ടില്ലെങ്കിൽ പ്ലെയർ ലോൺ ഡീൽ വഴി പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ലോൺ ഡീൽ വഴി പ്ലെയർ ക്ലബ്ബ് വിട്ട് പോവുകയാണെങ്കിൽ പ്ലെയറിൻ്റെ ബാസ കരിയർ ഏറെക്കുറെ അവസാനിച്ചു എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ലോൺ ഡീൽ വഴി പ്ലെയർ പോവുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പ്ലെയർ ഒന്നിക്കുക അത്ലറ്റിക് മാഡ്രിഡിലേക്ക് പോകണം, അല്ലെങ്കിൽ യുവൻറ്റസിലേക്ക് പോകണം. ഈ രണ്ടിലേതെങ്കിലും ഒരു ക്ലബ്ബിലേക്ക് പോയി കഴിഞ്ഞാൽ പ്ലെയർ തിളങ്ങാനുള്ള ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടു തന്നെ അറിയാം. എന്തായാലും എൻ്റെ ഒരു ആഗ്രഹം പ്ലെയർ ബാസ കണ്ടിന്യൂ ചെയ്യണം, ഫ്ലിക്കിൻ്റെ അണ്ടറിൽ ഡെവലപ്പ് ആവണം എന്നാണ്. നടക്കുകയില്ല എന്നത് കണ്ടു തന്നെ അറിയാം. പിന്നെ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് പ്രകാരം ഫ്ലിക്കിന് അൺടച്ചബിൾ ആയിട്ട് രണ്ട് പ്ലേയേഴ്സേ ഉള്ളൂ. ഒന്ന് ലെവൻഡോസ്കി, മറ്റൊന്ന് ലമീൻ യമാൽ. ബാക്കിയെല്ലാ താരങ്ങളും ടച്ചബിളാണ്. അപ്പോൾ ഏത് പ്ലെയർ പോയി കഴിഞ്ഞാലും ഫ്ലിക്കിന് കുഴപ്പമില്ല. പക്ഷേ ഈ രണ്ട് താരങ്ങളും ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഫ്ലിക്കിൻ്റെ ആവശ്യം. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ആ ഒരു ലിസ്റ്റിൽ വിക്ടർ റോക്കെ വരും എന്നാണ്. എന്തായിരിക്കും റിയാലിറ്റി എന്ന് കണ്ടു തന്നെ അറിയാം. പിന്നെ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് പ്രകാരം ബാൽഡയുടെ രജിസ്ട്രേഷൻ ബാസ ഈ വരുന്ന സമ്മറിൽ വീണ്ടും നടത്തേണ്ടി വരുന്നുണ്ട്. അതെന്തോ ഒരു കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് രജിസ്ട്രേഷൻ ബാസ നടത്തേണ്ടി വരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ വരുന്ന സമ്മറിൽ നമ്മുടെ രജിസ്ട്രേഷൻ്റെ എണ്ണം വർദ്ധിക്കുകയാണ്. അതായത് ഇത്രയും നാളുണ്ടായത് ഗ്യാവി, ഇനിഗോ മാർട്ടിനസ്, വിക്ടർ റോക്കെ ആണെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ ബാൽഡിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 താരങ്ങളുടെ രജിസ്ട്രേഷൻ ബാസൊക്കെ നടത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും റിയാലിറ്റി എന്നത് കണ്ടു തന്നെ അറിയാം. എനിക്ക് പറയാനുള്ളത് ഫ്രാങ്ക് ഡിയോങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ കഴിഞ്ഞ എൽ ക്ലാസിക്കോയിൽ ഫ്രാങ്ക് ഡിയോങ് ഇഞ്ചോർഡായി. വാൽവെർദെ ആയിട്ടുള്ള ഒരു ടാക്കിളിലാണ് പ്ലെയർ ഇഞ്ചോർഡ് ആകുന്നത്. അപ്പോൾ ആ ഒരു ടാക്കിളിൻ്റെ വീഡിയോ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് 2 പ്ലേയേഴ്സും അത്യാവശ്യം നല്ല സ്പീഡിലാണ് വന്നത്. അതിൽ വാൽവെർദെ വിൻ ചെയ്തു. ക്ലിയർ ആയിട്ടുള്ളൊരു ടാക്കിളായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ ഫ്രാങ്ക് ഡിയോങ്ങിൻ്റെ കാല് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫ്രാങ്ക് ഡിയോങ്ങിൻ്റെ ആ ഒരു ഫൂട്ട് കംപ്ലീറ്റ്ലി ട്വിസ്റ്റായി പോയി. അപ്പോൾ ആ ഒരു ടാക്കിളിൽ ഫ്രാങ്ക് ഡിയോങ്ങിൻ്റെ കാലിനാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അതേസമയത്ത് വാൽവെർദെക്ക് യാതൊരു രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിന് കാരണക്കാരൻ ഫ്രാങ്ക് ഡിയോങ് തന്നെയാണ്, അല്ലാതെ ചാവിയോ അല്ലെങ്കിൽ ബോർഡോ ആരുമല്ല, ഫ്രാങ്ക് ഡിയോങ് ആണ്. ഫ്രാങ്ക് ഡിയോങ്ങിന് വേണമെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് തന്നെ രക്ഷപ്പെടാം. പക്ഷേ ഫ്രാങ്ക് ഡിയോങ് അത് ചൂസ് ചെയ്യാതെ റിസ്ക് എടുക്കാൻ നിന്ന്, റിസ്ക് എടുത്തിട്ട് പ്ലെയർ ഇഞ്ചോർഡായി. അപ്പോൾ ഇതേ സിമിലർ സിറ്റുവേഷൻ പല ഫുട്ബോൾ പ്ലെയേഴ്സിന് ഉണ്ടായിട്ടുണ്ട്. മെയിനായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഹോസെ മൊറേനയുടെ അണ്ടറിലുള്ള എൽ ക്ലാസിക്കോ കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കുറേ താരങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഫോംസും കാര്യങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവർ ആ ഒരു സിറ്റുവേഷനിലെല്ലാം സർവൈവ് ചെയ്തിട്ടുണ്ട്. ഫ്രാങ്ക് ഡിയോങ്ങിന് അത് സർവൈവ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഫ്രാങ്ക് ഡിയോങ് അതിൽ സർവൈവ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ റൊണാൾഡ് കുമാൻ ബ്ലെയിം ചെയ്യുന്നത് ചാവിനെയും ബാസിനെയാണ്. അതായത് റീസെൻ്റ് ഇൻ്റർവ്യൂവിൽ റൊണാൾഡ് കുമാൻ പറയുന്നത് ബാസയാണ് ഫ്രാങ്ക് ഡിയോങ്ങിനെ ഈ സിറ്റുവേഷനിലേക്ക് എത്തിച്ചത്, അതുകൊണ്ടാണ് ഈ ഒരു പ്ലെയറിന് ഈ ഒരു യൂറോസിൽ പങ്കെടുക്കാൻ പറ്റാതെ പോകുന്നത് എന്നൊക്കെ. ശരിക്കും ഫ്രാങ്ക് ഡിയോങ്ങിൻ്റെ ആ ഒരു സിറ്റുവേഷന് കാരണം ഫ്രാങ്ക് ഡിയോങ് തന്നെയാണ്. ആ ഒരു ടാക്കിൾ പ്ലെയറിനെ ഒഴിവാക്കാമായിരുന്നു, പ്ലെയറിനെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ. ഇത് ട്രൈ നടത്താന്നിട്ട് പണി വാങ്ങിയതാണ് ഫ്രാങ്ക് ഡിയോങ്. ശരിക്കും പ്ലെയർ വ്യത്യാസ ഇഷ്യൂവിൻ്റെ പേരിൽ റൊണാൾഡ് കുമാൻ എന്തിനാണ് ഈ ഒരു ബാസയെ കുറ്റപ്പെടുത്തുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. എന്തായാലും റൊണാൾഡ് കുമാൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ഇപ്പോൾ ബാസ ഈ ഒരു താരത്തിന് ഇപ്പോൾ കോൺട്രാക്ട് റിന്യൂവലിൻ്റെ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ നവംബറിലാറ്റും. പ്ലെയർ ഇത്രയും മാസമായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. നവംബർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം 8 മാസത്തോളമായി പ്ലെയർ റെസ്പോണ്ട് പോലും ചെയ്തിട്ടില്ല. പ്ലെയറിൻ്റെ കോൺട്രാക്റ്റ് 2026 അവസാനിക്കുന്നത്. അപ്പോൾ കോൺട്രാക്ട് റിന്യൂവൽ ഡിലേ ആവും തോറും പ്ലെയറിന് പവർ കൂടുക ചെയ്യുന്നത്. അതായത് പ്ലെയർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ക്ലബ്ബ് എത്തുക ചെയ്യുക. അതായത് ഈ വരുന്ന 2025-26 സമ്മറിൽ ഫ്രാങ്ക് ഡിയോങ്ങിന് ഡിമാൻഡ് ചെയ്യുക. അതായത് ഇന്ന സാലറി തരികയാണെങ്കിൽ ഞാൻ ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യാം, ഇനി സാലറി തരുന്നില്ലെങ്കിൽ പ്ലെയർ വേറൊരു ഓപ്ഷൻ മുന്നോട്ട് വെക്കും, ഇന്ന ക്ലബ്ബിലേക്ക് പ്ലെയറിന് പോകാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ ആ ഒരു ക്ലബ്ബ് നൽകുന്ന ഓഫർ ആക്സെപ്റ്റ് ചെയ്യുക.
എന്നൊക്കെ പറയും. ഇപ്പോൾ ക്ലബ്ബ് ആണെങ്കിൽ ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയർ പറയും ഫ്രീ ഏജൻ്റായിട്ട് ആ ഒരു ക്ലബ്ബിലേക്ക് പോയിക്കൊള്ളാം എന്ന് പറയും. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാസക്ക് ഒരു പ്രോഫിറ്റ് ഇല്ലാതെയായിരിക്കും ആ ഒരു ഡീല് ഉണ്ടാവും. ഇപ്പോൾ തന്നെ പ്രോഫിറ്റ് ഇല്ലാതെയാണ് ഈ ഒരു ഡീല് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ വരുന്ന 2024-25 സീസണും 2025-26 സീസണിൽ ബാസ ഏകദേശം 43 മില്യൺ യൂറോസാണ് ഫ്രാങ്ക് ഡിയോങ്ങിൻ്റെ പേരിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ബാസയാണെങ്കിൽ ആ ഒരു തുക കുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണെങ്കിൽ പ്ലെയർ അതിന് റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ ഈ വരുന്ന സമ്മറിൽ പ്ലെയർ ഈ ഒരു ബാസ നൽകിയിട്ടുള്ള ഓഫർ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോർഡ് മാക്സിമം പുഷ് ചെയ്യും ഈ ഒരു പ്ലെയറെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും പ്ലെയർ നമ്മുടെ ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഉറപ്പിച്ചോ നമുക്ക് യാതൊരു രീതിയിലുള്ള പ്രോഫിറ്റും ഇല്ലാതെയായിരിക്കും പ്ലെയർ ക്ലബ്ബ് വിട്ട് പോകാം. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബാസക്ക് നഷ്ടമുള്ളൊരു ഡീലായിട്ട് ഫ്രാങ്ക് ഡിയോങ് ഡീൽ മാറും. ഒരു പ്രോഫിറ്റും ഇല്ലാതെയായിരിക്കും ആ ഒരു ഡീൽ ഉണ്ടാവുക. ഇപ്പോൾ തന്നെ പല ബാസ ഫാൻസും ഈ ഒരു ഫ്രാങ്ക് ഡിയോങ്ങിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്തുണ്ട്. കുറേ ബാസ ഫാൻസ് ഉണ്ട്. ആകെ ഒരു ട്രേറ്റ് വെച്ചിട്ടാണ് പ്ലെയർ ഒട്ടുമിക്ക ബാസ ഫാൻസിനും പറ്റിച്ചിട്ട് ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു പ്ലെയറെ ഒഴിവാക്കിയിട്ട് ഇതിനേക്കാളും ക്വാളിറ്റിയുള്ള ചീപ്പ് റേറ്റിൽ കൊണ്ടുവരാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്വാഡ് ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. അത് പല ബാസ ഫാൻസും മറക്കുക ചെയ്യുന്നത് ഈ ഒരു പ്ലെയറിൻ്റെ ആ ഒരു ട്രേറ്റ് കണ്ടിട്ട്. ഇപ്പോൾ ഈ ഒരു ഡച്ചിൻ്റെ ലെജൻസ് രംഗത്ത് വന്നിട്ടുണ്ട് ഫ്രാങ്ക് ഡിയോങ്ങിനെ ടാർച്ച് ചെയ്ത് പറയാൻ. ഞാൻ അതിൽ വളരെയധികം ഹാപ്പിയാണ്. അതായത് ഫ്രാങ്ക് ഡിയോങ് അയാക്സ് ലെവലിൽ ഇല്ല എന്ന് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞപ്പോഴും കുറേ ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഡച്ച് നാഷണൽ ടീമിൻ്റെ ലെജൻസ് അവർ തന്നെ ഇപ്പോൾ പബ്ലിക്കലി വന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് അയാക്സ് ലെവലിൽ ഫ്രാങ്ക് ഡിയോങ് ഇല്ല, ഫ്രാങ്ക് ഡിയോങ്ങിൻ്റെ ബെസ്റ്റ് സീസൺ അല്ല കഴിഞ്ഞ ഒരു 5 വർഷം എടുത്ത് നോക്കിയാൽ എന്ന് ഓപ്പൺലി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം ഞാൻ ഈ ഒരു പ്ലെയറെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോഴും പല ആൾക്കാർ പറഞ്ഞത് ഞാൻ പറയുന്നത് ബ്ലണ്ടറാണ് എന്നായിരുന്നു. എന്തായാലും ഡച്ച് നാഷണൽ ടീമിൻ്റെ ലെജൻസ് ഇത് പോയിന്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ചില ആൾക്കാർക്ക് കത്തിയിട്ടുണ്ടാവും, അതായത് ഫ്രാങ്ക് ഡിയോങ്ങിൻ്റെ നിലവിലുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്ന്. കാരണം ഫ്രാങ്ക് ഡിയോങ്ങിൻ്റെ അയാക്സ് പെർഫോമൻസ് കണ്ടൊരു ആളാണ് ഞാൻ. പക്ഷേ ആ ഒരു ലെവൽ പെർഫോമൻസ് ഞാൻ ബാസിൽ അങ്ങനെ കണ്ടിട്ടില്ല. ആകെ 1-2 മാച്ചിൽ ഒരു സീസണിൽ കണ്ടാലായി. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഇന്നലെ കണ്ടിട്ടില്ല. അതുമാത്രമല്ല ഈ ഒരു ഫ്രാങ്ക് ഡിയോങ് എന്ന് പറയുന്ന താരം വാൽവർദ്ധയുടെ അണ്ടറിലോ കിക്കി സെറ്റിയാനോ റൊണാൾഡോ കുമാനോ ചാവയുടെ അണ്ടറിൽ ടോപ്പായിട്ട് പെർഫോം ചെയ്ത ഒരു സീസൺ ഉണ്ടായിട്ടില്ല. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തൊരു സീസൺ ഉണ്ടായിട്ടില്ല. 4 മാനേജേഴ്സ് വന്നു പോയി, എന്നിട്ടും പ്ലെയറിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലിക്കിൻ്റെ അണ്ടറിൽ എങ്കിലും പ്ലെയർ ഇമ്പ്രൂവ് ആകാൻ റെഡിയാണ്. ഇനി ഇമ്പ്രൂവ് ആകാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ പ്ലെയർ ഈ വരുന്ന സമ്മറിൽ ക്ലബ്ബ് വിട്ട് പോകണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം കുറേ നല്ല താരങ്ങളുണ്ട് നമ്മുടെ ക്ലബ്ബിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഫ്രാങ്ക് ഡിയോങ്ങിനെ ഒഴിവാക്കിയിട്ട് ഏഞ്ചലോ സ്റ്റീലറിനെ കൊണ്ടുവരാൻ ഞാൻ റെഡിയാണ്. കാരണം ഫ്രാങ്ക് ഡിയോങ്ങിനെക്കാളും ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ ആ ഒരു പ്ലെയറിനുണ്ട്. ബോൾ ക്യാരിങ് എബിലിറ്റിയും അത്യാവശ്യം നൈസാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഫ്രാങ്ക് ഡിയോങ്ങിനെക്കാളും ബെറ്റർ ക്വാളിറ്റി, ബെറ്റർ ട്രേഡ്സ് ഉള്ള പ്ലേയേഴ്സ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ വരുന്ന സമ്മറിൽ ഫ്രാങ്ക് ഡിയോങ് ഇമ്പ്രൂവ് ആകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ, താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ക്ലബ്ബ് വിട്ട് പോവുക, അത്ര തന്നെ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമ്പനിயாக ഈ ഒരു വീഡിയോയിലുള്ള അടുത്തിട്ട് ആയിട്ട് കാണുന്നവരെ ബൈ.